നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ നടുറോഡിൽ നിലയുറപ്പിച്ച മുറിവാലൻ പിടിയാനയെ കാടുകയറ്റി. മരക്കുളങ്ങര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ജനുവരി 19 ഞായറാഴ്ച കൊടകരയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാലക്കുടി കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്തും വ്യവസായ വകുപ്പും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു. ആലത്തൂർ ALP സ്കൂളിൽ KG ഫെസ്റ്റും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടിയിൽ നടുറോഡിൽ നിലയുറപ്പിച്ച മുറിവാലൻ പിടിയാനയെ കാടുകയറ്റി. ആനയ്ക്ക് പ്രായാധിക്യമെന്ന് വനംവകുപ്പ്. മലക്കപ്പാറ റൂട്ടിൽ പെരുമ്പാറയ്ക്ക് സമീപമാണ് ആന നടുറോഡിൽ നിലയുറപ്പിച്ച നിലയിൽ കണ്ടത്. ജനങ്ങളിൽ ഇത് ആശങ്ക പരത്തി. അക്രമ സ്വഭാവമൊന്നും കാണിച്ചിരുന്നില്ലെങ്കിലും ഇരുവശത്തും വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് വിലയിരുത്തൽ. ഉച്ചയോടെ ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടു. ആളുകൾ വാഹനങ്ങളിൽ നിന്നിറങ്ങി ഫോട്ടോയെടുക്കാൻ ശ്രമം നടത്തിയതും ആശങ്കയുണ്ടാക്കി. ആന കാട് കയറിയെങ്കിലും നിരീക്ഷണം തുടരുമെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കിയത്. പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണിത്. മരക്കുളങ്ങര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ജനുവരി 19 ഞായറാഴ്ച കൊടകരയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തുന്ന 159ാമത് ക്യാമ്പ് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ച ക്യാമ്പ് നടത്തുന്നുണ്ടെന്ന് ഭാരവാഹികളായ P. രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 19-ാം തീയതി കാലത്ത് 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്തുന്നതാണ്. ഈ ക്യാമ്പ് 2010 സ്റ്റാർട്ട് തുടങ്ങിയിട്ട് ഇപ്പോഴും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ചാലക്കുടിയിൽ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷനായി. മുനിസിപ്പൽ കൌൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത്, ഗായകൻ സുധീഷ് ചാലക്കുടി, C. ശശിധരൻ, അന്നമനട സുരേഷ്, ഡോക്ടർ TL സുനിൽ, ഡോക്ടർ KO ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതിൻ്റെ മനോഹരമായ ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിലും കാതുകളിലും നിന്നും ഒരു സൗന്ദര്യമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും അവരുടെ മനസ്സുകളിലുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലും ബോളിവുഡിലും ഒക്കെ അദ്ദേഹം നിരവധി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. കുറേ തിരക്കുണ്ടായിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി അറേഞ്ച് ചെയ്തതാണ്. നമുക്കറിയാം, ഒരു വലിയൊരു മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ ദാസേട്ടൻ കൊടികുത്തി വാഴുന്നൊരു കാലത്ത് അവിടെ ഒരു ഇടം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. കമുകര പുരുഷോത്തമനും AM രാജി. ആളൂർ ഗ്രാമപഞ്ചായത്തും വ്യവസായ വകുപ്പും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ സബ് കളക്ടർ അഖിൽ V. മേനോൻ മുഖ്യാതിഥിയായിരുന്നു. ദിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ, അഡ്വക്കേറ്റ് MS വിനയൻ, രാഖി ശ്രീനിവാസൻ, ജില്ലാ വ്യവസായ ഓഫീസർ സുനിത, AR ഡേവിസ്, MB ലത്തീഫ്, KV രാജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച സംരംഭകരെ അനുമോദിച്ചു. തരണം ചെയ്ത് കഠിനാധ്വാനത്തിലൂടെ വളർന്നു ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ സ്ഥലത്ത് അറിയപ്പെടുന്നവർ, കേരളം മുഴുവൻ അറിയപ്പെടുന്നവർ, നമ്മുടെ നാട് മുഴുവൻ അറിയപ്പെടുന്നവരായിട്ട് മാറി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ മാനേജ്മെന്റ് ഫെസ്റ്റ് ലുഫ്തെത്താർ 2025 സംഘടിപ്പിച്ചു. ജനുവരി 16, 17 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ 75 കോളേജുകളിൽ നിന്നായി 1000-ഓളം കുട്ടികൾ പങ്കെടുത്തു.
സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പിന്നണി ഗായകനും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റുമായ ശ്രീഹരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SCMS കോളേജ് കളമശ്ശേരി സയൻസ് ആൻഡ് ആർട്സ് വിഭാഗത്തിലും ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. കോളേജ് സ്റ്റുഡന്റ് കൌൺസിലിന്റെയും PTWAയുടെയും ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K. കരുണ, ഇവന്റ് കൺവീനർ സാവിയോ ഫ്രാൻസിസ് ഫെർണാണ്ടസ്, ജോയിന്റ് കൺവീനർ ഡോക്ടർ ഹന്ന ജോസഫ്, സ്റ്റുഡന്റ് കൺവീനർ ക്രിസ്റ്റഫർ ലോന, സ്റ്റുഡന്റ്സ് കൌൺസിൽ ചെയർപേഴ്സൺ മെറിൻ ജോയ് എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി. ഫെസ്റ്റിനെ തുടർന്ന് നാളെ 5:30 മണി മുതൽ 7:30 മണി വരെ ആൽമരം ബാൻഡിന്റെ സംഗീത പരിപാടി ഉണ്ടായിരിക്കും. ആലത്തൂർ ALP സ്കൂളിൽ KG ഫെസ്റ്റും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് അംഗം സതീശൻ TK ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ PS അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 13 കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ തണ്ടിയേക്കൽ ആന്റണി, മക്കളായ ജോളി ആന്റണി, ബിജു ആന്റണി എന്നിവർ ചേർന്ന് സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സിന് കൈമാറി. 9ാം വാർഡ് അംഗം A. രാജീവ്, സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് PM ജിൻസ, സ്റ്റാഫ് സെക്രട്ടറി CG അനൂപ്, മാതൃസംഗമം വൈസ് പ്രസിഡന്റ് റിയ ഗിരീഷ്, ഋതിക് KT എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ശുചീകരണം നടത്തി വലിച്ചെറിയൽ മുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആനന്ദപുരത്ത് നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, വാർഡ് മെമ്പർമാരായ മണി സജയൻ, നികിത അനൂപ്, K. വൃന്ദകുമാരി, AS സുനിൽകുമാർ, സേവ്യർ ആളുകാരൻ, റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, നിറവ് കോർഡിനേറ്റർ മഞ്ജു വിശ്വനാഥ്, ഹരിത കേരള മിഷൻ പ്രതിനിധി ശ്രീധ PA എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ മലിനമായ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ വലിയ ഒരു ദൗത്യമാണ് കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7340 രൂപ, പവന് 58,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിൽ നടുറോഡിൽ നിലയുറപ്പിച്ച മുറിവാലൻ പിടിയാനയെ കാടുകയറ്റി. മരക്കുളങ്ങര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ജനുവരി 19 ഞായറാഴ്ച കൊടകരയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാലക്കുടി കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്തും വ്യവസായ വകുപ്പും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു. ആലത്തൂർ ALP സ്കൂളിൽ KG ഫെസ്റ്റും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.